Super 94.7 FM. Hi, this is me Aryan on Movies Unplugged. Dear friends, Super 94.7 FM-ൽ ഈ മൂവീസ് അൺപ്ലഗ്ഡിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ ഒരു സിനിമയെ കുറിച്ചിട്ട്. ഏത് സിനിമയെ കുറിച്ചിട്ടാണ്? സെല്ലുലോയിഡ് എന്നുള്ള കമൽ സംവിധാനം ചെയ്ത മൂവിനെ കുറിച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. എന്നാൽ ഈ നല്ല അഭിപ്രായം നിങ്ങൾക്ക് നേരിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സൂപ്പർ 94.7 FM-ന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള നാട്ടിൽ നിന്നും ഫസലു റഹ്മാനാണ്. ഫസലു, സൂപ്പർ 94.7 FM-ലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമാണോ? നല്ല വിശേഷം. ലൈനടി അല്ല, സിനിമ കാണലൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് സെല്ലുലോയിഡ് മൂവി കണ്ടിട്ട്? എന്ത് തോന്നി? സെല്ലുലോയിഡ് ഒരു കാലഘട്ടത്തിന്റെ സിനിമയാണെന്ന് പറയാം. കാരണം മലയാളത്തിൽ ഒരു വർഷം ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് വിജയിക്കുന്നത്. പലരും പെട്ടിയിലായി പോകുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നിർമ്മാതാക്കൾ കഷ്ടത്തിലാവുന്നുണ്ട്. അതും ഒരു വശത്ത്. മറ്റേത് നമ്മളെല്ലാം മലയാള സിനിമ ഒരുപാട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ചരിത്രം അറിയാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ അതിനെ കുറിച്ചുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു ശരാശരി മലയാളിക്ക് അതൊന്നും വായിക്കാൻ താല്പര്യമില്ല, സമയമില്ല. അപ്പൊ ഈ ഒരു 2.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ്. മലയാള സിനിമയുടെ ചരിത്രം അല്ലെ? തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിന്റെ സിനിമയാണത്. ജെയ്സി ഡാനിയൽ എന്നുള്ള വ്യക്തിയുടെ ലൈഫിനെയാണ് കൂടുതലായിട്ട് അല്ലെ? കൂടുതലും അതിന് ലൈഫ്, ആ ഒരു ഡാനിയൽ സാറിന്റെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോ കഴിഞ്ഞ വർഷം ഒരു ഫ്രീഡം ഫൈറ്റർ പേരിലൊരു സിനിമ ഇറങ്ങിയാൽ ഒരുപാട് വിവാദം ഉണ്ടായി. അതിനെ ചരിത്രം വളച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. കാരണം മാക്സിമം ഒരു നീതി പുലർത്തിയിട്ടുള്ള ഒരു ചിത്രമാണത്. സാധാരണ ഇങ്ങനെ ആളുകളുടെ ലൈഫിനെ ഇങ്ങനെ സിനിമയാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു എക്സാജറേഷൻ കാണാറുണ്ട്. അതിപ്പോ കുറച്ചും കൂടി സിനിമാറ്റിക് ആകുമ്പോൾ ഈ സിനിമയിൽ എങ്ങനെ തോന്നി ഫസലുന്? കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോ അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതിലെ ക്യാരക്ടേഴ്സിനായിട്ട് നമുക്ക് ഇപ്പൊ വയലാർ രാമവർമ്മ എന്നൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇമേജ് ഉണ്ടല്ലോ, അതുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആ വന്നിട്ടുള്ളത്. നമുക്കത് ആള് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നമുക്ക് അങ്ങനത്തെ അവിടെ ഇവിടെ കുറച്ച് നമുക്ക് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് ഇത് നമുക്ക് വേഗം മനസ്സിലാവും. ഇന്ന സിനിമയുടെ ഭാഗമാണ്, ഇതെങ്ങനെ ഇതിലോട്ട് എത്തി എന്നുള്ളതൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും. ഒരുപാട് നമുക്കിത് കണ്ടില്ലെങ്കിൽ അത് ശരിക്കും ഒരു മിസ്സായി പോയി എന്ന് തന്നെ പറയേണ്ട ഒരു മൂവിയാണ്. ഓക്കെ, സംവിധായകനായിട്ടുള്ള കമൽ, റൈറ്റർ ആയിട്ടുള്ള കമൽ, ആർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക? ഇതില് ഡിറക്ഷന്റെ ഒരു എക്സലൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ്. ഈ അടുത്തൊരു സ്വകാര്യ ചടങ്ങില് കമൽ കയറി വരുന്ന ടൈമില് രണ്ടുപേര് പറയുന്നുണ്ടായിരുന്നു കമലിന്റെ കാലമൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ പരാജയപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ പടങ്ങളൊക്കെ വിജയിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഞാനടക്കം അങ്ങനെ ചിന്തിച്ചിരുന്ന ആളുകൾക്കുള്ളൊരു മറുപടി ആയിട്ട് വേണം ഈ സിനിമ കാണാൻ. കാരണം അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വേറൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ ജനൂസ് മുഹമ്മദ് ഈ ചിത്രത്തിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 22 ഫീമെയിൽ കോട്ടേജിലും അതുപോലെ തന്നെ ഡയമണ്ട് നെക്ലസിലും ഒക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പുതിയൊരു സംവിധായകനെ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് തോന്നുന്നത്. വേണു സാറിന്റെ സിനിമാറ്റോഗ്രാഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അയ്യോ, ഞാൻ പറഞ്ഞില്ല, ഇത് പല കാലഘട്ടത്തിൽ കൂടിയാണ് ഇത് പോയിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് വർഷത്തെ ഇത് നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള വരെയാണ് കഥ എൻഡ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് അഭിനവകുമാരന്റെ ടൈമിൽ. അപ്പൊ അത് പല കാലഘട്ടവും ഉണ്ട്. അപ്പൊ അത് അതേ ഒരു തനിമ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ കാസ്റ്റിംഗ് എക്സലന്റ് കാസ്റ്റിംഗ് ആണ്. അത് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഞാനിപ്പോ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല, അത് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു മലയാളിയും കണ്ടിരിക്കണം, മലയാളിയാണെന്നില്ല ആരും കണ്ടിരിക്കേണ്ട ഒരു മൂവി ആയിരിക്കും അല്ലെ? തീർച്ചയായും. ഇത് ഒരിക്കലും ഒരു എന്റർടൈനർ അല്ല, പക്ഷെ ഒരിക്കലും നമുക്ക് ബോറടിപ്പിക്കില്ല ഇത്. ഒരു തിരിച്ചറിവാണ് അല്ലെ മലയാള സിനിമയെ കുറിച്ചിട്ട്? അതെ, തീർച്ചയായും. നമുക്ക് ഇപ്പോൾ അതിനുശേഷം കമൽ സാർ എഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം ഈ ജെയ്സി ഡാനിയൽ അന്തിയുറങ്ങുന്ന സ്ഥലത്ത് പോയപ്പോ അവിടെ ഒരു ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാട് കയറി കിടക്കുന്ന ഒരു തമിഴിന്റെ കയ്യിലാണത്. സംസ്ഥാന സർക്കാർ ഓൾറെഡി അത് 1 lakh rupees ഒക്കെ വെച്ചിട്ട് എല്ലാ വർഷവും പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഒരു പൈതൃകമായി സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അധികൃതരെ ഒന്ന് കണ്ണു തുറപ്പിക്കായിരിക്കും ഈ ഒരു മൂവി അല്ലേ? തീർച്ചയായും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ ന്യൂ ജനറേഷൻ മൂവീസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ മൂവി വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ന്യൂ ജനറേഷൻ എന്ന ലേബൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഈ ഒരു മൂവിക്ക്? ഇല്ല, ഇത് ന്യൂ ജനറേഷന് അറിഞ്ഞിരിക്കേണ്ട ഒരു മൂവിയാണിത്.
ഇങ്ങനെ ഒരു ഹിസ്റ്ററി മലയാളം സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാർ, ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞതാണ്, ഒരുപാട് നിർമ്മാതാക്കളൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ ഒരു സിനിമ പുറത്തു വരാതെ. അതിന്റെയൊക്കെ ഒരു പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതാണെന്നാണ്. പിന്നെ കമൽ സാറിന് ഒരു കാര്യത്തിലൂടെ അപ്രീസിയേറ്റ് ചെയ്യേണ്ടത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും ചേർന്ന് നിർമ്മിച്ച ഒരു സിനിമയാണ്. ഒരുപക്ഷെ ബാക്കിയുള്ളവർ അത് ചിലപ്പോ എടുക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. സ്റ്റിൽ ആ ഒരു മൂവിനെയും തീർച്ചയായും നമ്മൾ കമൽ സാറും ഉബൈദും കൂടിയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ? അതെ. പിന്നെ ഒരു ആസ്പിൻ അഷ്റഫ്, ഡോക്ടർ ജോസൂക്കൻ, ഇവരൊക്കെ ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാണ്. ഓക്കെ, നൈസ് നൈസ് നൈസ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ യു എയിൽ റിലീസ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫസ്ലു. ഞാൻ കണ്ടിട്ട് ഫസ്ലുവിനെ തിരിച്ച് വിളിക്കുന്നത്, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പോൾ അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ സിനിമയ്ക്കൊക്കെ മുമ്പ് ഒറ്റയ്ക്കാണ് പോവാ അതോ ഗേൾഫ്രണ്ടിനെയും കൊണ്ടാണ് പോവാ? ആര് വേണേ എന്നോട് അല്ലാണ്ട് പിന്നെ ആരോടാ ചോദിച്ചത്? ഇല്ല, ഞാൻ സമയം കിട്ടുമ്പോ പോകുന്നു എന്നുള്ളൂ, ആരെ കൂടെ പോകുന്നുള്ളതൊന്നുമില്ല. ചുമ്മാ തമാശ ചോദിച്ചാട്ടോ. ഇത് നമുക്ക് ഓഫ്ലൈനിൽ സംസാരിക്കാം. ഓക്കെ റൈറ്റ്. എന്നാലും താങ്ക് യു സോ മച്ച് ഫസ്ലു. നമുക്കിനി അടുത്ത സിനിമ കഴിഞ്ഞിട്ട് നമുക്ക്